സലീം മടവൂർ, അത് തന്നെയാണ് വളരെ പ്രസക്തമായ ചോദ്യം. ബംഗ്ലാദേശിലെ കലാപകാരികളെ പേരെടുത്ത് വിമർശിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നുച്ചരിക്കുന്നില്ല? എന്തിനാണ് നിങ്ങൾ അവരെ ഭയക്കുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ത് പറയുന്നു, SDP എന്ത് പറയുന്നു, അതിനുത്തരം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നു. എനിക്ക് ഇന്ത്യ രാജ്യത്ത് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയണ്ട, എന്തുകൊണ്ട് അവരെ വിമർശിക്കുന്നില്ല പേരെടുത്ത്? അല്ല, ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യ അവിടെയുള്ള പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഞാനൊരു മതത്തിനെ അല്ല പറയുന്നത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കപ്പെടണം. അത് ലോകത്തെവിടെയായാലും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അപ്പൊ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ക്ഷേത്രങ്ങൾക്കെതിരെ, ചർച്ചുകൾക്കെതിരെ, ബുദ്ധവിഹാരങ്ങൾക്കെതിരെ ഒക്കെ തന്നെ പല സ്ഥലത്തും ആക്രമണം നടക്കും. നേരത്തെ ബംഗ്ലാദേശ് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇന്ത്യ ഗവൺമെന്റ് കണ്ണുരുട്ടിയാൽ അപ്പോൾ അവസാനിക്കുന്നതാണ്. ഇന്നത്തെ ഗവൺമെന്റ് വേണ്ട രൂപത്തിൽ ഇടപെടാത്തത് കൊണ്ടാണ് അത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത്. ഇപ്പോഴും ഗവൺമെന്റിനെ വെള്ളപൂശാനാണ് ഇവിടെയുള്ള BJPയുടെ പ്രതിനിധിയും മറ്റും ശ്രമിച്ചു. അതേപോലെ തന്നെ മറ്റുള്ള BJPയുടെ നേതാക്കളൊക്കെ പൊതുവെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമുക്കറിയാം, 1970-കളിൽ അവിടെയുള്ള ജനങ്ങളെ, പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെ കൂട്ടമായിട്ട് അവരെ ഇന്ത്യയിലേക്ക് കാട്ടിയോടിക്കപ്പെടുക അല്ലെങ്കിൽ അഭയാർത്ഥികളായി വന്നപ്പോൾ നമ്മൾ സൈന്യത്തെ അയച്ചുകൊണ്ട് അവിടെയുള്ള ബംഗ്ലാദേശിനെ വളഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തെ, നിയാസിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പട്ടാളത്തെ വളഞ്ഞ് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർ ഇന്ത്യൻ സൈന്യത്തിന് മുമ്പാകെ കീഴടങ്ങി തിരിച്ച് അവരെ കയറ്റിവിട്ടതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ ഇന്ത്യയുടെ ചരിത്രമാണ്. ആ ഇന്ത്യയുടെ ശക്തി എവിടെ പോയി? നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ ശക്തി എവിടെ പോയി? നമ്മൾ കണ്ണുരുട്ടിയാൽ നിൽക്കണ്ടേ? ബംഗ്ലാദേശിനോട് കണ്ണുരുട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടി, ഇല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ ഒരു ടാവട്ടമുള്ള ചെറിയ രാജ്യത്തെ നിലക്ക് നിർത്തിക്കൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഗവൺമെന്റ് എന്താ ഇത്ര കടുത്ത ഭാഷയിൽ പറയുന്നില്ല? അവിടുത്തെ അംബാസിഡറെ വിളിച്ചു വരുത്തിക്കൊണ്ട് കുറച്ചുകൂടെ കർശനമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടോ? അതുമില്ല. അപ്പൊ ഇതിങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, ബംഗ്ലാദേശ് അപലപിക്കണം. അപ്പൊ ഇവിടെ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കിട്ടുമെന്നാണ് അതിൽ നോക്കുന്നത്. ബംഗ്ലാദേശിൽ ഇതാ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൂടെ അതൊരു ചർച്ചയാക്കി നിർത്തുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആളുകൾ മരിച്ചു പോയിട്ട് രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമുണ്ടോ? അവരെ രക്ഷപ്പെടുത്തണം. അവിടെയുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണം, അവിടെയുള്ള ചർച്ചുകൾ സംരക്ഷിക്കണം, ബുദ്ധവിഹാരങ്ങൾ സംരക്ഷിക്കണം. അതിനൊക്കെ തന്നെ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ള അവിഭക്ത ഇന്ത്യയുടെ ആ ഒരു ഓർമ്മകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ അവിഭക്ത ഇന്ത്യയിലെ നിലവിലുള്ള ഏറ്റവും വലിയ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമല്ല, മുസ്ലിം രാജ്യമല്ല, ക്രിസ്ത്യൻ രാജ്യമല്ല. അപ്പൊ ഇന്ത്യക്ക് ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ നീക്കാം. ഇപ്പൊ അമേരിക്കയൊക്കെ ഇടപെടുന്നതിനേക്കാൾ ശക്തമായിട്ട് ഇന്ത്യക്ക് ഇടപെടാം. കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഒരു മതത്തിന്റെ പേരിലല്ല ഇന്ത്യ ഇടപെടുന്നത്. അപ്പൊ ഇന്ത്യ അവിടെയുള്ള ഏത് മതത്തിനായാലും സംരക്ഷണം കൊടുക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യക്കുണ്ട്. ആ രൂപത്തിൽ ഇന്ത്യ ഇടപെടണം. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗൗരവത്തോടു കൂടി ഇടപെടുന്നില്ല. ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സലീം മടവൂർ, എങ്ങനെ ഇടപെടണം എന്നാണ് പറയുന്നത് താങ്കൾ? ഏത് രീതിയിലായിരിക്കണം ഇടപെടണം? അല്ല, അക്രമം അവസാനിപ്പിക്കാൻ അവിടുത്തെ ഗവൺമെന്റ് ഇടപെടുന്നില്ലെങ്കിൽ ഇന്ത്യ നേരിട്ട് മുമ്പെടുത്ത അനുഭവം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് കുറച്ചുകൂടെ ശക്തമായി, ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി ഡയറക്റ്റ് ഇടപെടും എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കണം. മുന്നറിയിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അറ്റാക്ക് അല്ലല്ലോ, കർശനമായി പറഞ്ഞുകൂടെ? നമ്മളിപ്പോ ഞാൻ ചോദിച്ചത് അല്ലെന്ത് അറ്റാക്ക് ചെയ്യുന്ന പ്രശ്നം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ പുൽവാമ വിഷയം ഉണ്ടായ സമയത്ത് അതിന്റെ ശരി തെറ്റി, അതായത് പുൽവാമയിൽ അക്രമം സ്വയം ഉണ്ടാക്കിയത് പല ആരോപണമുണ്ട്. അത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കണം. അതുകൂടെ ഇപ്പൊ ഈ ചർച്ചയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ അതിർത്തി കടന്നുകൊണ്ട് അവിടെ നമ്മൾ ആക്രമിച്ചില്ലേ? അതിർത്തി കടന്നുകൊണ്ട് ആക്രമിച്ചില്ലേ നമ്മൾ? അല്ല, പറയട്ടെ, അങ്ങനെ ഒരു രാജ്യത്ത് അങ്ങനെ അക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മറ്റൊരു രാജ്യത്ത് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ നമുക്ക് കടന്നുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് ചെയ്തുകൂടാ? ഇല്ല, അവിടെയൊക്കെ ഈ തീവ്രവാദികൾ അധിവസിക്കുന്ന പോയിന്റഡ് ഏരിയാസ് ഉണ്ട്. അങ്ങനെയുള്ള ഞാൻ പറയട്ടെ, നമ്മള് പാകിസ്ഥാനെ അന്ന് ആക്രമിച്ച സമയത്ത് നമുക്കറിയാം, 1991 ശേഷം ചില കണക്കുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ 428-ൽ 400ഓളം ക്ഷേത്രങ്ങള് 91 ശേഷം പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല തരത്തിലുള്ള വിഷയങ്ങളുണ്ടായി. ആ ക്ഷേത്രങ്ങളൊക്കെ തന്നെ അതിൽ പലതും കച്ചവട സ്ഥാപനങ്ങളായി, ടോയ് ഷോപ്പുകളായി, മദ്രസകളായി മാറിയത് പലതും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കെടുത്തുകൊണ്ട് അവ മുഴുവൻ ക്ഷേത്രങ്ങളാക്കി പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത പാകിസ്ഥാനിലെ ഭരണാധികാരിയായിരുന്നു ഇമ്രാൻഖാൻ ഒരു മതേതര കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഈ ക്ഷേത്രങ്ങൾ, അതേപോലെ ഇസ്ലാമാബാദില് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഹിന്ദു സമൂഹത്തിന് മതേതര കാഴ്ചപ്പാടോ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ.
ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞുകൂടെ? ആരായാലും നല്ലത് ചെയ്താൽ പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് പരിശോധിച്ച കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇസ്ലാമാബാദിൽ ഒരു അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിക്കാൻ 10 കോടി രൂപ അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുകയും, അതായത് അതിന്റെ ചെലവിന്റെ ഏതാണ്ട് 1/4 ഗവൺമെന്റ് കൊടുത്ത് അവിടുത്തെ മുസ്ലിം തീവ്രവാദികളായ ആളുകളൊക്കെ തന്നെ ഇസ്ലാമാബാദിൽ ക്ഷേത്രം നിർമ്മിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായ നിലപാടെടുത്തുകൊണ്ട് അവിടെ ക്ഷേത്രം ഉണ്ടാക്കി. തന്നെയല്ല, ഖൈബർ പഷ്തൂൺഖയിൽ അവിടെ ഒരു ക്ഷേത്രം തകർത്തപ്പോൾ അതിനെതിരെ അവർ നടപടി എടുത്തുകൊണ്ട് ഒരു ഭാഗത്ത് ശക്തമായ നടപടികൾ, അതായത് പഴയ ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോയപ്പോൾ അവർക്ക് ഭരിക്കാതെ ആ മതേതര കാഴ്ചപ്പാടുള്ള ഗവൺമെന്റിന് അല്പമെങ്കിലും ഒരു സമാശ്വാസം കൊടുക്കുന്നതിന് പകരം അവരെ അസ്ഥിരപ്പെടുത്താനാണ് നമ്മുടെ ഗവൺമെന്റ് അന്ന് ശ്രമിച്ചത്. അവിടെയുള്ള നേരത്തെയുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗും അതേപോലെ തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ഒക്കെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും എന്നും ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏത് രൂപത്തിൽ ആക്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രം ആക്രമിച്ച ആളുകൾക്ക് പ്രോത്സാഹനം കൊടുത്തപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ പാകിസ്ഥാനിന്റെ രാജ്യത്തല്ല പറയുന്നത്, ഈ ഇമ്രാൻഖാൻ ശ്രമിച്ചത്. ആ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ നിരന്തരമായി കൊണ്ട് ആ രാജ്യവുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി പല ഘട്ടത്തിലും. അങ്ങനെയൊക്കെ ചെയ്ത, അതായത് ക്ഷേത്രം നിർമ്മിക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിയ ആളുകൾക്ക് എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ തകർക്കുന്ന ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്ന ബാംഗ്ലാദേശിനെതിരെ അത്തരം ശക്തമായ നിലപാട് എടുക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് സാധിക്കുന്നില്ല. ബംഗ്ലാദേശിനെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഇന്ത്യ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ ഇതേവരെ നടന്നിട്ടില്ല. ഗൗരവമായി ഇടപെടുന്നില്ല. അപ്പോഴും നോക്കുന്നത് ഇന്ത്യയിൽ ഇതിന്റെ പേരിൽ ഒരു വർഗീയ ധ്രുവീകരണമോ അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇടപെടാതിരിക്കുകയാണ്. ഈ BJPയുടെ എപ്പോഴത്തെ ആവശ്യം എന്താണ്? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ചോദിക്കുക, കോൺഗ്രസ് എന്താ പ്രതികരിക്കാത്തത്? ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, കോൺഗ്രസ് ആണോ ഭരിക്കുന്നത്? രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അവർക്ക് പറയാം, അവരൊക്കെ പറയുന്നു തേജസ്വി യാദവ് RJDയുടെ എന്ത് പറഞ്ഞു? ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിയുടെ തേജസ്വി ഇസ്ലാമി എന്നൊരു വാക്കുച്ചരിച്ചു. ശ്രീ സലീം മടവൂർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കോൺഗ്രസ് അല്ല ഇന്ത്യ ഭരിക്കുന്നത്, രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ ഭരിക്കുന്നത്, RJD മുന്നണി അല്ല ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ പലസ്തീന് വേണ്ടി നെഞ്ചത്തടിച്ച് കരയുന്നത്? മിണ്ടാതിരുന്നൂടെ? പറയട്ടെ, എന്ത് പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങളിപ്പോ ഇത്രയും നേരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുമ്പോൾ ഞാനും മിണ്ടാതിരിക്കുകയാണല്ലോ. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങോട്ട്. അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇമ്രാൻഖാൻ എന്ന് പറയുന്ന മതേതരനായ നേതാവിന്റെ വാഴ്ത്തുപാട്ടൊക്കെ അങ്ങ് നടത്തി കഴിഞ്ഞല്ലോ. ഇമ്രാൻഖാനെ എന്തുകൊണ്ട് നമ്മൾ അസ്ഥിരപ്പെടുത്തി, പാകിസ്ഥാനെ എന്തുകൊണ്ട് നമ്മൾ ആക്രമിച്ചു എന്നൊക്കെയാണ് അങ്ങ് ചോദിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് തീവ്രവാദം കയറ്റി അയക്കുന്ന രാജ്യമാണ്. അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ സലീം മടവൂരിന്? ചോദിക്കുന്നതിന് അങ്ങ് ഉത്തരം പറയൂ. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ല എന്ന അഭിപ്രായം ഉണ്ടോ? ഞാനവിടെ പറയുന്നതിന് മുമ്പ് ബംഗ്ലാദേശ് അങ്ങനെ ചെയ്യുന്നു എന്ന് അഭിപ്രായം ഉണ്ടോ? ഞാൻ തികച്ചു പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചാടിക്കളിക്കരുത്. അങ്ങയോട് ചോദിച്ചത്, അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ തിരിച്ച് ചോദ്യത്തോട് ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്, അങ്ങ് 10 മിനിറ്റായിട്ട് സംസാരിക്കുകയല്ലേ? അങ്ങ് 10 മിനിറ്റായിട്ട് സംസാരിക്കുന്ന ആളാണ്. അങ്ങ് പറഞ്ഞത് കൊള്ളത്തരം അങ്ങേക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണോ അല്ലയോ? ഇമ്രാൻഖാൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉറിയിൽ ഉൾപ്പെടെ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറയാൻ കഴിഞ്ഞോ? നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞോ? ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഇതിനിടക്ക് വേണം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കേൾക്കാം. നിങ്ങൾ അതിനെ ഭീഷണി വേറെ ആളെ നോക്കണം, മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കണം. നിങ്ങൾ എന്താ മനസ്സിലാക്കി? നിങ്ങൾ ആരാ? നിങ്ങൾ വേറെ ചാനൽ പോയി. അപ്പൊ താങ്കൾക്ക് ഉത്തരവില്ല, അത് പറഞ്ഞിട്ട് താങ്കൾ തുടർന്നോളൂ. താങ്കൾക്ക് ഉത്തരവില്ല, താങ്കൾ അത് പറഞ്ഞിട്ട് താങ്കൾ തുടർന്നോളൂ. താങ്കൾ പറഞ്ഞതിലെ പൊള്ളത്തരം താങ്കൾക്ക് മാത്രമല്ല കേട്ടോണ്ടിരുന്നവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്റെ പണി കഴിഞ്ഞു, ഇനി താങ്കൾ ബാക്കി ബ്ലഫ് ചെയ്തോളൂ. നിങ്ങൾക്ക് പറയാനില്ലാത്തത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് അതിന് ഉത്തരം, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയാം. പാകിസ്ഥാൻ അതിന്റെ ജന്മം തൊട്ട് ഇന്നേ വരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യക്കെതിരെ അക്രമം നടത്താനും അത് മത്സരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. അങ്ങനെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ എടുത്ത് പിന്നെ വേണ്ട ചർച്ച വേണ്ട. ഞാൻ പറഞ്ഞു. പക്ഷേ ഇതേവരെയുള്ള പാകിസ്ഥാൻ ഗവൺമെന്റുകളിൽ നിന്ന് അല്പം ചില മതേതര കാഴ്ചപ്പാടുകൾ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരൻ അവിടുത്തെ പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായി.
നിങ്ങൾ നിഷേധിച്ചാലും ഉണ്ടായി. 408 ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു. നിങ്ങൾ അത് തെറ്റാണെങ്കിൽ പറയണം. ഇസ്ലാമാബാദിൽ കൃഷ്ണക്ഷേത്രം നിർമ്മിക്കാൻ അവിടെ 10 കോടി കൊടുത്തുകൊണ്ട് ഭൂമി കൊടുത്തു. അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ അവർ പറയുക, അവരുടെ പ്രസ്താവന തന്നെയുണ്ട്, ഞങ്ങൾക്ക് വളരെ സഹായം. അതായത് ലാൽചന്ദ് മാത്തൂർ എന്ന് പറയുന്ന ഇവരൊക്കെയാണ്, ലാൽചന്ദ് മാത്തൂർ തുടങ്ങിയ അതിന്റെ നേതാക്കളും ഇവരൊക്കെ തന്നെ നേതൃത്വത്തിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തി. അപ്പൊ ഒരു ചെറിയ മതേതര കാഴ്ചപ്പാട് അയൽ രാജ്യത്ത് ഉണ്ടായാൽ നമ്മൾ അതിനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്. ഇന്ത്യയെ നല്ല ബന്ധം വരണോ? അതുകൊണ്ടാണ് എന്തിനാ അടൽ ബിഹാരി വാജ്പേയി ഇതൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ട് പോയത്, പാകിസ്ഥാനിലേക്ക് പോയത്? എന്തിനാ LK അദ്വാനി പോയത്? ഇത് പോകണ്ടായിരുന്നല്ലോ. അവർ പോയതിനാ ഈ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കി അവരെ നമ്മുടെ ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിലേക്കും അയൽ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാനാണ്. അവിടത്തേക്ക് ബസ് സർവീസ് തുടങ്ങിയത് കോൺഗ്രസ് ആണോ? അല്ലല്ലോ, അടൽജിയാണ് ബസ് സർവീസ് തുടങ്ങിയത് അല്ലേ? അങ്ങോട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അടൽജിയാണ്. അവിടെ ഒരു മതേതര കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾക്ക് എന്തും പറയാം. പറയട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അയൽ ബന്ധം നന്നാക്കാൻ ശ്രമിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി ശ്രമിച്ചത്. അത് വലിയ മാറ്റം തന്നെയാണ്. അത് പല കാര്യത്തിലും അദ്ദേഹത്തിന് BJP ആയതുകൊണ്ട് ഞാൻ എതിർക്കൊന്നുമില്ല, നല്ല ക്രിയാത്മകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലപാട്, അതായത് പാകിസ്ഥാനിൽ മതേതര കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഗവൺമെന്റിനെതിരെ പോലും നമ്മൾ ആക്രമിച്ചു. കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആയിക്കോട്ടെ, ശരി. എന്തുകൊണ്ട് ബംഗ്ലാദേശിനെതിരെ കണ്ണുരുട്ടി പറയുന്നില്ല? നിങ്ങൾ ആക്രമിക്കേണ്ട ഒന്ന് ഗൗരവമായി ഇനി ഇത് തുടർന്നാൽ ഇന്ത്യക്ക് ഇടപെടേണ്ടി വരും എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യം പറയട്ടെ. ഇന്ദിരാഗാന്ധി 1970 ചെയ്ത ആ ഓർമ്മ വെച്ചിട്ടെങ്കിലും ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദു സഹോദരന്മാർക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം അവസാനിക്കും. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇന്ത്യ അവിടുത്തെ അക്രമം തുടർന്നാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. അതെങ്കിലും പറഞ്ഞൂടെ? അതുപോലും പറയാതെ അവിടെ അക്രമം തുടർന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ച് ബഹളം ഉണ്ടാക്കരുത്, അതിന് ഉത്തരം പറയുന്നത്. ഓക്കെ.